സിനിമാക്കാരൻ ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമുക്ക് സംസാരിക്കാനുള്ളത് സിഡ്നി സിനി മുഖ്യവേഷത്തിൽ ഹോളിവുഡിൽ നിന്നെത്തിയ ഇമ്മാക്കുലേറ്റ് എന്ന സിനിമയെക്കുറിച്ചാണ്. നമുക്കറിയാം സിഡ്നി സിനിയെ കുറിച്ച് യൂഫോറിയ പോലുള്ള HBO സീരീസുകളിലൊക്കെ അഭിനയിച്ചിട്ടുള്ള നടിയാണ്. സിനിമയുടെ പേര് ഇമ്മാക്കുലേറ്റ്. ഇമ്മാക്കുലേറ്റ് എന്ന വാക്കിന്റെ അർത്ഥം ക്ലീനിങ്, പരിശുദ്ധം എന്നൊക്കെയാണ്. വളരെ ക്ലീനും വളരെ പരിശുദ്ധവുമായ ഒരു കഥാപാത്രത്തെ സൂചിപ്പിക്കാനാണ് ചിത്രത്തിന് അങ്ങനെ ഒരു പേര് തന്നെ കൊടുത്തിരിക്കുന്നത്. സിനിമ സംവിധാനം ചെയ്തിരിക്കുന്ന മൈക്കൽ മോഹനാണ്. സിനിമ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത് നായികയായി അഭിനയിച്ചിരിക്കുന്ന സിഡ്നി സിനി തന്നെയാണ്. ചിത്രത്തിന്റെ കഥയിലേക്ക് വന്ന സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു കാത്തലിക്കറ്റ് കോൺവെന്റ്, അതിന്റെ സറൗണ്ടിങ്സ് വരുന്ന ഒരു ചർച്ച് എന്നിവ കാണിച്ചുകൊണ്ടാണ്. രാത്രി സമയത്ത് ഈ കോൺവെന്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി ഓടാൻ ശ്രമിക്കുന്ന സിഡ്നി സിനി അവതരിപ്പിക്കുന്ന സിസിലി എന്ന കന്യാസ്ത്രീ, ഗേറ്റിന് പുറത്തേക്ക് ഓടാൻ ശ്രമിക്കുന്ന സിസിലി എന്ന കഥാപാത്രത്തിന്റെ പുറകെ അവരെ ചേസ് ചെയ്തുകൊണ്ട് വരുന്ന ഒരു പ്രത്യേക തരത്തിലുള്ള മുഖഭാവത്തിലുള്ള ഒരു 5-6 കന്യാസ്ത്രീ രൂപങ്ങൾ ഹോളിലൂടെ പുറത്തേക്ക് കിടന്ന സിഡ്നിയുടെ കാല് മാത്രം ഗേറ്റിനകത്തെത്തുകയും ആ കാലിൽ പിടിച്ച് മരക്കൊമ്പ് ഓടിക്കുന്നത് മാതിരി കാലിൽ പിടിച്ച് ഓടിക്കുകയും ചെയ്യുന്ന ഈ കന്യാസ്ത്രീ രൂപങ്ങൾ. പിന്നീട് ബോധം വരുമ്പോൾ ഈ സിസിലി എന്ന് പറയുന്ന കഥാപാത്രം ഒരു ശവപ്പെട്ടിയിൽ ജീവനോടെ അടക്കം ചെയ്തിരിക്കുന്നതാണ് കാണുന്നത്. പിന്നീട് കാണിക്കുന്നത് ഒരു ഫ്ലാഷ് ബാക്ക് പോലെയാണ് കാണിക്കുന്നത്. ഈ സിസിലി എന്നുള്ള കഥാപാത്രം കോൺവെന്റിലേക്ക് വരുന്നതും അവിടെ നടക്കുന്ന ഒരു സംഭവങ്ങളുമാണ് കാണിക്കുന്നത്. ഈ കോൺവെന്റിലേക്ക് വരുന്ന സിസിലി എന്ന കഥാപാത്രത്തിന് അവിടെ ഹോണ്ട് ചെയ്യുന്ന ഒരു പ്രത്യേക അറ്റ്മോസ്ഫിയറും അവിടെ എന്തൊക്കെയോ ദുരൂഹത ഉള്ളതായി തോന്നുകയാണ്. സിസ്റ്റർക്ക് അവിടെ കൂടെ കിട്ടുന്ന ഒരു ഫ്രണ്ട് ഉണ്ട്, അതും ഒരു കന്യാസ്ത്രീ കഥാപാത്രം തന്നെയാണ്. അവർ രണ്ടുപേരും തമ്മിലുള്ള സംഭാഷണം, അവർക്ക് രണ്ടുപേർക്ക് അവിടെ എന്തൊക്കെയോ ദുരൂഹതകളായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കൂടെയുള്ള സിസ്റ്റർ റവല്യൂഷണറിയാണ്. പുള്ളിക്കാരി അവിടെയുള്ള കാര്യങ്ങളൊക്കെ ചോദ്യം ചെയ്യുന്നുണ്ട്. പിന്നീട് കുറച്ചങ്ങ് പോകുമ്പോൾ ഈ സിസിലി എന്നുള്ള കഥാപാത്രത്തെ അവിടുത്തെ ഒരു റവറന്റ് ഫാദറും മെയിൻ പുരോഹിതനും അത് കൂടാതെ ഡോക്ടറും കൂടി അവിടുത്തെ ക്ലിനിക്കിലേക്ക് വിളിക്കുന്നതും പിന്നീട് സംഭവിക്കുന്ന അനിതര സാധാരണമായ ട്വിസ്റ്റോട് കൂടിയാണ് കഥ ഡെവലപ്പ് ആവുന്നത്. പിന്നീട് അങ്ങോട്ട് പടത്തെ നമുക്ക് പിടിച്ചിരുത്താൻ ഉള്ള കഥയും തിരക്കഥയും ഒക്കെ തന്നെയാണ്. വളരെ മനോഹരമായി തന്നെ സിനിമ ഈ കഥയും സംവിധാനമൊക്കെ അത് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. ക്ലൈമാക്സിലോട്ട് അടുക്കുന്തോറും നമ്മളെ ഒരു പ്രത്യേക രീതിയിൽ ഹണ്ട് ചെയ്യിച്ചാണ് സിനിമ അവസാനിക്കുന്നത് തന്നെ. ആദ്യാവസാനം മുതൽ ഒരു സീറ്റഡ്ജ് എന്നൊന്നും പറയുന്നില്ല, എങ്കിലും ഒരു മിസ്റ്ററി ത്രില്ലർ ചിത്രത്തിന് വേണ്ടുന്ന എല്ലാ സ്വഭാവങ്ങളും സിനിമയ്ക്കുണ്ട്. നമ്മൾ മുന്നേ കണ്ടിട്ടുള്ള കന്യാസ്ത്രീ സിനിമകളായ ദ നൺ 2 പോലുള്ള സിനിമകളോട് ഒരു സാദൃശ്യം ഈ സിനിമയ്ക്ക് തോന്നുന്നുണ്ട്. പക്ഷെ കഥയായിട്ടോ പ്ലോട്ട് കൊണ്ടോ മറ്റോ സിനിമയ്ക്ക് ഒരു ബന്ധവും ആ സിനിമകളായിട്ടുമില്ല. പിന്നീട് എടുത്തു പറയേണ്ടത് ദ നൺ സിനിമയിൽ സംസാരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിന്റെ ബ്ലഡിനെ കുറിച്ചാണെങ്കിൽ ഈ സിനിമയിൽ സംസാരിക്കുന്നത് ജീസസ് ക്രൈസ്റ്റിനെ ക്രൂശിക്കാൻ ഉപയോഗിച്ചിരിക്കുന്ന ഒരു നെയിലുണ്ട്, വലിയൊരു ആണിയുണ്ട്. ആ ആണിയെ ബേസ് ചെയ്തിട്ടാണ് കഥ പോകുന്നതൊക്കെ. ക്ലൈമാക്സ് ഒക്കെ ആവുന്നതോറും നമുക്ക് വളരെ പേടിപ്പിക്കുന്നതും അത്ഭുതപ്പെടുത്തുന്നതുമായ കുറേയേറെ രംഗങ്ങളുണ്ട്. പടത്തിന്റെ സംവിധാനം, പടത്തിന്റെ BGM ഒക്കെ പടത്തിനോട് 100% നീതി പുലർത്തിയെന്ന് തന്നെ പറയണം. സിനിമയ്ക്ക് കിട്ടിക്കുന്ന റേറ്റിംഗ് R റേറ്റിംഗ് ആണ്. R റേറ്റിംഗ് എന്ന് അറിയാം, നമുക്ക് നമ്മുടെ മനസ്സിനെ ഭീതിപ്പെടുത്തുന്നതും ഉലയ്ക്കുന്നതുമായ കുറച്ചേറെ രംഗങ്ങൾ സിനിമയിൽ ഉണ്ടെന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് തന്നെ സിനിമ ഫാമിലിയായിട്ട് കാണാൻ ഞാൻ പ്രിഫർ ചെയ്യുന്നില്ല. കുട്ടികളോട് ഒരിക്കലും കാണാതിരിക്കുക, കുട്ടികളെ കാണിക്കാതിരിക്കുക. ക്ലൈമാക്സ് ഒക്കെ ആകുമ്പോഴേക്കും നമ്മളെ വല്ലാതെ ബുദ്ധിമുട്ടിക്കുന്ന കുറെ രംഗങ്ങളൊക്കെ ഉണ്ട്. സിനിമ ഒരു 1 ടൈം വാച്ചബിളായിട്ടാണ് എനിക്ക് തോന്നിയത്. ഓവറോൾ സിനിമയുടെ ടെക്നിക്കൽ സൈഡും സിനിമയിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് സിഡ്നി സിനിയുടെ പെർഫോമൻസിനെ കുറിച്ചാണ്. വളരെ ഗംഭീരമായി തന്നെ അവർ ആ കഥാപാത്രത്തെ ഉൾക്കൊണ്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. പ്രത്യേകിച്ചും അഭിനയിക്കേണ്ട രംഗങ്ങളിൽ പലപ്പോഴും കണ്ണുകൾ കൊണ്ടും ചില ആംഗ്യ ഭാഷകളെ കൊണ്ടൊക്കെ അവർ അഭിനയിച്ച് വളരെ മനോഹരമായിട്ടുണ്ട്. കൂടെ മണി ഹേസ്റ്റ് സീരീസിലൊക്കെ അഭിനയിച്ചിട്ടുള്ള പ്രൊഫസർ ആയിട്ടുള്ള കഥാപാത്രത്തെ അഭിനയിച്ചിട്ടുള്ള നടൻ ഇതിൽ ഗംഭീര റോളാണ് അഭിനയിച്ചത്. ചിലപ്പോൾ നെഗറ്റീവ് ഷെയ്ഡുള്ള റോളാണ്. ഗംഭീരമായിട്ട് തന്നെ അദ്ദേഹം പെർഫോം ചെയ്തിട്ടുണ്ട്. ചിത്രം നെറ്റ്ഫ്ലിക്സിൽ സ്ട്രീം ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ കണ്ടു നോക്കാവുന്നതാണ്. പുതിയൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം.